ചേട്ടാ നമുക്കൊരു പായസം വെച്ചാലോ? നല്ലത്. പക്ഷെ സാധനങ്ങൾ മേടിക്കണം. അടപ്രഥമൻ മതി എന്തായാലും. പിന്നെ വേണ്ട, നമുക്ക് ഉണ്ടാക്കാം. എല്ലാ സാധനവും മേടിക്കണോ? പപ്പടം നമുക്കൊരു ശകലം പോലെ. എനിക്ക് കൂടുതൽ വേണം. ഇച്ചിരി കൂടുതൽ കുഴപ്പമില്ല, തണുത്ത് കഴിയുമ്പോൾ നല്ലതാ. 2 ദിവസമൊക്കെ ഇവിടെ ചേട്ടനും പൊന്നുവിനൊക്കെ തണുത്തിട്ട് കഴിയും. ചേട്ടൻ ഈ ഫ്രിഡ്ജ് വെച്ചിട്ട് അതെടുത്ത് കഴിക്കുന്നത്, അല്ല തണുപ്പ് മാറ്റിയിട്ട് എടുത്ത് കഴിച്ചിട്ടില്ലേ, അത് ചേട്ടന് ഇഷ്ടം. പക്ഷെ എനിക്ക് ആ ചൂടുകൂടെ കഴിക്കണം. ഒന്ന് ഇറങ്ങുള്ളൂ. പായസത്തിന്റെ പണികൾ ഇത്രയായിട്ടേ ഉള്ളൂ. അന്നേരത്തേക്ക് ഒരാൾ ഇവിടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ശർക്കര തേണ്ട പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ പാല് തിളപ്പിച്ചു വെച്ചു. പിന്നെ ഇതിനകത്ത് അടയും ചൗവരിയും കൂടെ വറുത്തിട്ട് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പത്തേക്ക് ഒരാൾ തേണ്ട ഇവിടെ വലിയ വഴക്കാണേ. ആ ആളെ ഒന്ന് കാണിച്ചു തരാം നമുക്കല്ലേ അവനെ. അപ്പൊ ദേ ഈ ആളാണ് ആ വഴക്കാളി. കമ്പനി ഹായ് വെച്ചി. വഴക്കുണ്ടാക്കി എന്റെ കൈ കയറിയേക്കാണ്. അപ്പൊ ഇനി ഇച്ചിരി വഴക്ക് കഴിഞ്ഞിട്ട് ബാക്കി പായസത്തിന്റെ പണിയിലോട്ട് പോകണം, അല്ലേ മോനെ? പല പ്രാവശ്യം ആലോചിക്കണം. സൂത്രം കാണാനേ. ഹായ്, ഇപ്പൊ വന്നതേ ഉള്ളൂ. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. പൊന്നു ഏത് പായസത്തിന്റെ ആളാ? അടപ്രഥമൻ. പൊന്നപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അടപ്രഥമൻ. അതിനകത്തോട്ട് പപ്പടം അങ്ങോട്ട് പൊടിച്ചിടും. ഞാൻ എന്തായാലും ഈ തേങ്ങയും ഒന്നും കഴിക്കില്ല. തേങ്ങയും മുന്തിരിയും കപ്പലിന്റെയും കഴിക്കില്ല. കപ്പലിന്റെയും മുന്തിരിയും പച്ചയ്ക്ക് തിന്നത്ത് മാത്രം. ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ഉണ്ടോ?